ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീടുകൾ ഒരുങ്ങുന്നു. മാതൃക ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്നത്. പുനരധിവാസത്തിനായി 402 ഗുണഭോക്താക്കളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് HIV ബാധ. 2 മാസത്തിനിടെ വളാഞ്ചേരിയിൽ മാത്രം HIV ബാധിതരായത് 10 പേരാണ്. ബ്രൌൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് HIV പകർന്നത്. കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്നു. 2 മാസത്തിനിടെയാണ് 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. CPM നേതാവ് PK ശ്രീമതിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. അപകീർത്തി കേസിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായ ശേഷമാണ് B ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞത്. 2018 ജനുവരി 25 ചാനൽ ചർച്ചയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു PK ശ്രീമതിയുടെ പരാതി. നാട്ടികയിലെ ജനതാദൾ U നേതാവ് PG ദീപകിന്റെ കൊലപാതകത്തിൽ വെറുതെ വിട്ട RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി വെറുതെ വിട്ട 5 RSS പ്രവർത്തകർ കുറ്റക്കാരെന്നാണ് ഹൈക്കോടതി വിധി. 1 മുതൽ 5 വരെ പ്രതികളായ ഋഷികേശ്, നിജിൻ, പ്രശാന്ത്, രസന്ത്, ബ്രഷ്നേവ് എന്നിവരാണ് ഡിവിഷൻ ബെഞ്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 5 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ഏപ്രിൽ 8 ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശാവർക്കർമാരുടെ ഓണറേറിയം 18,000 രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ച് പുതുച്ചേരി സർക്കാർ. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയവേ മുഖ്യമന്ത്രി N രംഗസ്വാമിയാണ് പ്രതിഫലം ഉയർത്തണമെന്ന ആശമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതായി അറിയിച്ചത്. നിലവിൽ 10,000 രൂപയാണ് ആശമാർക്ക് ലഭിക്കുന്നത്. ഇതിൽ 7,000 സംസ്ഥാനവും 3,000 കേന്ദ്ര വിഹിതവുമാണ്. ഇൻസെന്റീവിന് പുറമെയാണിത്. സംസ്ഥാനത്ത് 328 ആശാവർക്കർമാരാണുള്ളത്. കേന്ദ്ര അനുമതി ലഭിച്ചാൽ 305 പേരെ കൂടി നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും കാർ ഭാഗങ്ങൾക്കും 25% തീരുവ നടപ്പാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ൽ നിർമ്മാണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ നടപടി. പുതിയ തീരുവ ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. കാർ ഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ മെയ് മുതലാകും പ്രാബല്യത്തിൽ വരിക. തീരുവ നയം നടപ്പാക്കുന്നതിലൂടെ കാർ വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നും US-ൽ തൊഴിൽ സാധ്യതയ്ക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നുമാണ് US പ്രസിഡന്റിന്റെ വാദം. തിയേറ്ററുകളിൽ ആവേശം നിറച്ച് എമ്പുരാൻ. മുരളി ഗോപിയുടെ ശക്തമായ തിരക്കഥയും അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന പൃഥ്വിരാജിന്റെ മേക്കിങ്ങും മോഹൻലാലിന്റെ ഗംഭീര അഭിനയവും ഓരോ കഥാപാത്രങ്ങളുടെയും പ്രതിബദ്ധതയും അന്യഭാഷാ താരങ്ങളുടെ സാന്നിധ്യവും കൊണ്ട് ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം എമ്പുരാൻ ഇതിനകം 50 കോടി ക്ലബിലെത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ അറിയിച്ചത്. റിലീസിന് മുന്നോടിയായിരുന്നു ഇത്. ഈ കണക്ക് പ്രകാരം റിലീസ് ചെയ്ത ആദ്യ ദിനം 50 കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എമ്പുരാൻ.